ആദരണീയനായ യോഗാധ്യക്ഷൻ ശ്രീ യഹ്യ ഖാൻ, വേദിയിലുള്ള എനിക്ക് അങ്ങേയറ്റം സ്നേഹബഹുമാനങ്ങളുള്ള അബ്ദുറഹ്മാൻ സാഹിബ്, പ്രിയപ്പെട്ട പിച്ചിക്കുട്ടി, നദ്വത്തുൽ മുജാഹിദിൻ്റെ പ്രവർത്തകരും എൻ്റെ പ്രിയ സ്നേഹിതന്മാരുമായിട്ടുള്ള പി ഖാലിദ്, പി അഷ്റഫ്, മുജീബ് കൊക്കൂർ തുടങ്ങിയ ഒരുപാട് സുഹൃത്തുക്കൾ ഈ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് എനിക്കുണ്ട്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ സ്നേഹാഭിവാദ്യം. തീർച്ചയായും കാലം ആവശ്യപ്പെടുന്ന ഒരു വലിയ പ്രമേയമാണ് കേരള നദ്വത്തുൽ മുജാഹിദീൻ അതിൻ്റെ 8ാം സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. അതിനെക്കുറിച്ച് ദീർഘങ്ങളായ ചർച്ചകൾ നടക്കേണ്ടതുണ്ട്. കഴിഞ്ഞൊരു വർഷമായി കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകർ ഈ ചർച്ച നടത്തിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഇനിയും ഈ ചർച്ചകൾ, സംവാദങ്ങൾ നടന്നുകൊണ്ടേയിരിക്കണം. ഞാൻ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഹസീബിൻ്റെ ആ പാട്ട് കേട്ടുകൊണ്ടിരുന്നത്. ഒരു പ്രത്യാശ, പല നിറങ്ങളും പല മതങ്ങളും നിറഞ്ഞൊരു പൂങ്കാവാണ് ഇന്ത്യ, കലഹമെന്തിന് എന്ന ഒരു പുതിയ കുട്ടി, ഏറ്റവും ഇളം പ്രായത്തിലൊരു കുട്ടി ആത്മാർത്ഥമായി ചോദിക്കുന്നത് കേൾക്കുമ്പോൾ എനിക്കെൻ്റെ നാടിനെ കുറിച്ച്, നമ്മുടെ മാനവിക നവോത്ഥാനത്തെക്കുറിച്ച് തികഞ്ഞ പ്രത്യാശയാണ് ഉള്ളത് എന്ന് ആദ്യമേ പറഞ്ഞു വെക്കട്ടെ. ലോകം കേടുവന്നുപോയി എന്നും ഇനി നന്നാക്കാൻ പറ്റാത്ത വിധത്തിൽ മനുഷ്യരൊക്കെ ചീത്തയായി എന്നും എക്കാലത്തും ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കാറുണ്ട്. യാഥാർത്ഥ്യങ്ങൾ കടുത്തതാണ്. വളരെ മോശമായ സാഹചര്യങ്ങളിലേക്ക് നമ്മുടെ രാജ്യം പോകുന്നുണ്ട്. വംശഹത്യകളെ മോടി പിടിപ്പിച്ചുകൊണ്ട് ചില രാഷ്ട്രീയ ലാഭങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കുതിപ്പുകൾ നമ്മൾ കാണുന്നുണ്ട്. ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കെ തന്നെ ഈ നാട്ടിൽ നേരത്തെ ഹസീബ് പാടിയതുപോലെ നാനാത്വത്തിൽ ഏകത്വം പുലർന്ന ഒരു മഹത്തായ സംസ്കാരം ഉണ്ടായിരുന്നു. ഇരുണ്ട നാളുകളിൽ ചിലപ്പോഴൊക്കെ പ്രയാസങ്ങൾ നേരിട്ടുവെങ്കിലും നാം പ്രത്യാശയിലേക്ക് പോയിക്കൊണ്ടിരുന്നു. ഇതിന്റെ ചരിത്രമാണ്. 1921 ഇസ്ലാഹി പ്രസ്ഥാനം കേരള നദ്വത്തുൽ മുജാഹിദീൻ കേരളത്തിൽ രൂപീകരിക്കപ്പെടുന്നത് ഏതാണ്ട് 21 ആ കാലഘട്ടത്തിൽ കേരളത്തിൽ അത്ര നല്ല സാഹചര്യമല്ല. വിശേഷിച്ചും മുസ്ലിങ്ങളെ സംബന്ധിച്ച് മലബാറിൽ വളരെ മോശപ്പെട്ടൊരു കാലഘട്ടമായിരുന്നു. 21 ലഹള ഖിലാഫത്തായി തുടങ്ങി, ദേശീയ സ്വാതന്ത്ര്യ പ്രക്ഷോഭമായി തുടങ്ങിയ ഖിലാഫത്ത് ഹിന്ദു മുസ്ലിം ജീവിതത്തിൽ വിള്ളലുകൾ സൃഷ്ടിച്ച ഒരു കാലം. മാപ്പിള ഔട്ട്റേജസ് ആക്ട്, കുറെ കരിനിയമങ്ങൾ, മലബാർ വാർ നൈവ്സ് ആക്ട്, മുസ്ലിങ്ങൾക്കെതിരെ ഒരുപാട് കരിനിയമങ്ങൾ നിലനിന്ന കാലം. ആ വിള്ളലിന്റെ ഭാഗമായി ദേശീയ പ്രസ്ഥാനം ആഹ്വാനം ചെയ്ത, മഹാത്മജി ആഹ്വാനം ചെയ്ത ഉപ്പു സത്യാഗ്രഹത്തിൽ മലബാറിലെ മുസ്ലിങ്ങൾ പങ്കെടുക്കുകയില്ല എന്നുള്ള പ്രഖ്യാപനം വന്ന കാലത്ത് ജയിലിൽ നിന്ന് വന്ന മുഹമ്മദ് റഹ്മാൻ കോഴിക്കോട്ടെ കടപ്പുറത്തേക്ക് 6-6 അടി പൊക്കമുള്ള ആ മഹാനായ ദേശീയ പൗരുഷത്തിന്റെ നേതാവ് ഉപ്പുചട്ടിയുമായി നടന്ന രംഗം കവിയായ കുമാരപിള്ള എഴുതിയിട്ടുണ്ട്. 30 അബ്ദുറഹ്മാൻ ഉപ്പുവാരുവാൻ നീങ്ങുന്ന അത്ഭുതം, തേജോദാരം കൊമ്പനാനവൻ രൂപം, കൊമ്പനാനയെ പോലെ ദേശീയ പൗരുഷമായി ഉയർന്നു നിന്ന മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്, ഞാൻ വിചാരിക്കുന്നു മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാവായിരുന്നു. അക്കാലത്ത് അദ്ദേഹം ഒരു വലിയ മാതൃക നമുക്ക് കാണിച്ചുകൊണ്ട് 100% മുസ്ലിമായി ജീവിക്കുമ്പോൾ തന്നെ സക്കാത്തും സ്വലാത്തും അനുഷ്ഠിച്ച് 5 നേരം നമസ്കരിച്ച് എല്ലാ മതാനുഷ്ഠാനങ്ങളും നിർവഹിച്ച് വിശുദ്ധ ഖുർആനിൽ അടിയുറച്ച് വിശ്വസിച്ച് ജീവിച്ചുകൊണ്ട് തന്നെ ഇന്ത്യൻ ദേശീയ ബോധത്തിൽ ചേർന്ന് ഇന്ത്യൻ ദേശീയ മുസൽമാനായി മതേതരവാദിയായി ജീവിക്കാനും സാധിക്കുമെന്ന് അബ്ദുറഹ്മാൻ സാഹിബും മൊയ്തു മൗലവി അടക്കം എത്രയോ ആളുകൾ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഇന്ത്യ ഒരു സവിശേഷ മാതൃകയാണ്. ഇവിടെ ഇസ്ലാമായി ജീവിക്കാനുള്ള പരിപൂർണ അധികാരം നേരത്തെ നമ്മുടെ ചെക്കുട്ടി സൂചിപ്പിച്ചതുപോലെ ഭരണഘടന നൽകിയിട്ടുണ്ട്. ക്രിസ്ത്യാനിക്ക് ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കാം. എല്ലാ മതങ്ങളും അതിന്റെ ആവിർഭാവ കാലത്ത് തന്നെ ഇവിടെ വന്നിട്ടുണ്ട്. ഒരു മതത്തിന് നേരെ ചെറിയ തോതിലെങ്കിലും അതിക്രമങ്ങൾ ഉണ്ടായാൽ ഇന്ത്യൻ മതേതര മനസ്സ് ഉണരുന്നുണ്ട്. അതാണ് ഈ നാടിന്റെ ഒരു സവിശേഷത. അതുകൊണ്ട് മതം മനുഷ്യന്റെ നവോത്ഥാനത്തിന് പ്രയോജനപ്പെടുത്താൻ ഈ ഇസ്ലാഹി പ്രസ്ഥാനത്തിന് സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം മതം മനുഷ്യനോട് പറഞ്ഞത് സാഹോദര്യത്തെ വിശേഷിച്ചും ഇസ്ലാം അൽ യുനാസ്, മനുഷ്യരെ, മനുഷ്യ സമൂഹമേ എന്നാണ് അഭിസംബോധന ചെയ്തത്. മാപ്പിളമാരെ, ഹിന്ദുക്കളെ എന്നൊന്നും വേറെ അഭിസംബോധന ചെയ്തിട്ടില്ല. മനുഷ്യരെ, നിങ്ങളെ ഞാൻ ഒരു സ്ത്രീയിൽ നിന്നും പുരുഷനിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് വിവിധ ഗോത്രങ്ങളുടെ അടയാള വ്യത്യാസങ്ങൾ തന്നിരിക്കുന്നത് നിങ്ങൾ തമ്മിൽ തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ്. ഇതൊരു വലിയ കാഴ്ചപ്പാടാണ്. ലോകത്ത് അവസാനം വന്ന മതം എന്ന നിലയിൽ ഏത് മതത്തിനും സ്വീകരിക്കാവുന്ന ഉന്നതമായ ശാസ്ത്ര ദർശനമുള്ള ഇസ്ലാമിക ദൈവശാസ്ത്രം, അതുകൊണ്ടാണ് ലോകം സ്വീകരിച്ചത്.
സക്കാത്തിനെയും സ്വലാത്തിനെയും കുറിച്ച് പറഞ്ഞു, കാരുണ്യത്തെ കുറിച്ച് പറഞ്ഞു. സ്നേഹത്തെയും കാരുണ്യത്തെയും കുറിച്ചാണ് എപ്പോഴും വിശുദ്ധ ഖുർആൻ പറഞ്ഞുകൊണ്ടേയിരുന്നത്. പടപ്പുകളെ സ്നേഹിക്കാൻ മനുഷ്യന്റെ പദവി ഖലീഫയുടെ പദവിയാണെന്ന് പറഞ്ഞു. ദൈവം നേരിട്ട് വന്നല്ല ദുഃഖങ്ങളിൽ സാന്ത്വനം നൽകുന്നത്, മനുഷ്യനെ സഹായിക്കുന്നത്. ദൈവം എൻ്റെ വീട്ടിലോ ഹുസൈൻ മടവൂർബായിയുടെ വീട്ടിലോ വന്ന് നേരിട്ടൊരു കാര്യം ചെയ്തു തരികയല്ല. ഞാൻ ദുഃഖിക്കുമ്പോൾ ഖലീഫയായി ഹുസൈൻ മടവൂർബായി എൻ്റെ അടുത്തെത്തുന്നു, എനിക്ക് സാന്ത്വനം നൽകുന്നു, എനിക്ക് സമാധാനം തരുന്നു, ശാന്തി തരുന്നു, എനിക്ക് സഹായം തരുന്നു. അങ്ങനെ പടപ്പുകളെ സ്നേഹിക്കാനുള്ള മഹത്തായ ഒരു ദൈവശാസ്ത്രം, അതാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. പ്രവാചകൻ ജീവിച്ച് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അദ്ദേഹം ലോകത്ത് ഒരു ഇസ്ലാമിക രാഷ്ട്രം രൂപീകരിച്ചിരുന്നു. അദ്ദേഹത്തിന് മുമ്പുള്ള പ്രവാചകന്മാർക്ക് സാധിക്കാതിരുന്ന ഒരു കാര്യം മുഹമ്മദ് നബി തിരുമേനി സാധിച്ചു. യേശുദേവന് തന്റെ രാജ്യം സ്ഥാപിക്കാൻ കഴിഞ്ഞാൽ അദ്ദേഹത്തെ കുരിശിൽ തറച്ചു കളഞ്ഞു. മൂസാ നബി എന്ന് ഇസ്ലാമിക വിശ്വാസികൾ കരുതുന്ന മോസസിന് വാഗ്ദത്ത ഭൂമി കാണിച്ചു കൊടുക്കാനേ പറ്റിയുള്ളൂ, വാഗ്ദത്ത ഭൂമിയിലേക്ക് എത്തിക്കാൻ സാധിച്ചില്ല. പക്ഷേ പ്രവാചകൻ മുഹമ്മദ് നബി തിരുമേനി തന്റെ ആദർശ സംഹിതയ്ക്കനുസരിച്ച് ഒരു രാഷ്ട്രം സ്ഥാപിച്ചു. 4 ഖലീഫമാരുടെ കാലത്ത് ആ ആദർശ രാഷ്ട്രം ശരിക്കും ആദർശമായി തന്നെ നിലനിന്നിരുന്നു. പിന്നീട് ഇത് സംഭവിച്ചു എന്നൊക്കെ ചരിത്രമാണ്. ഏതായിരുന്നാലും ആ രാഷ്ട്രം രൂപീകരിച്ചപ്പോൾ പ്രവാചകൻ ബിലാൽ എന്ന അടിമയെ കൊണ്ടാണ് ആദ്യം ബാങ്ക് വിളിപ്പിച്ചത്. ആ നാട്ടിലെ സമ്പന്നനെ കൊണ്ടല്ല, അടിമകളുടെ, അധ്വാനിക്കുന്നവരുടെ, കഷ്ടപ്പെടുന്നവരുടെ, യത്തീമുകളുടെ, ഏഴകളുടെ കൂടെ നിൽക്കാൻ ദൈവം നമ്മോട് പറയുന്നുണ്ട് എന്ന് പഠിപ്പിച്ച മതമാണ്. ഇപ്പൊ ഞാൻ ഈ മതത്തെയൊക്കെ വളരെ വൈകിയാണ് പഠിക്കാനിടവുന്നത്. എൻ്റെ കുട്ടിക്കാലത്ത് സ്കൂളിൽ പഠിക്കുമ്പോൾ എൻ്റെ കൂടെ പഠിച്ചിരുന്ന MV മുഹമ്മദ് മദ്രസയിൽ നിന്ന് നേരിട്ടാണ് സ്കൂളിലേക്ക് വരിക. അപ്പൊ അന്ന് മുസാഹിബ് കയ്യിലുണ്ടാവും. പക്ഷെ മുസാഹിബ് നോക്കാൻ മുഹമ്മദ് എന്നെ അനുവദിക്കില്ല. കാരണം അന്നത്തെ വിശ്വാസം, അന്ന് പുരോഹിതന്മാർ പ്രചരിപ്പിച്ചിരുന്നത് ഹിന്ദു മതവിശ്വാസിയായ, ഇസ്ലാം മതത്തിൽ വിശ്വസിക്കാത്ത അല്ലെങ്കിൽ ഇസ്ലാം മതത്തിൽ ജനിക്കാത്ത ആൾ മുസാഹിബ് നോക്കിയാൽ കണ്ണു പൊട്ടിപ്പോകുന്നതാണ്. അങ്ങനെ എനിക്ക് ആ കാലത്ത് മുസാഹിബ് നോക്കാൻ ഭാഗ്യമുണ്ടായില്ല. മുഹമ്മദിന്റെ തെറ്റല്ല, മുഹമ്മദ് എൻ്റെ കണ്ണു പൊട്ടിപ്പോകരുതെന്ന് കരുതി എന്നെ കാണിക്കാതിരുന്ന. പക്ഷെ കുറച്ച് മുതിർന്നപ്പോൾ മുജാഹിദ് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടും മറ്റനവധി പരിഷ്കരണ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടും എനിക്ക് ഒരു വിശുദ്ധ ഖുർആന്റെ ഇംഗ്ലീഷ് പരിഭാഷ നൽകിയ ഡോക്ടർ ഇവിടെ കണ്ടിരുന്നു. കോട്ടക്കലെ ഡോക്ടറാണ്. അദ്ദേഹത്തിന്റെ ക്ലിനിക്കിന്റെ ഉദ്ഘാടനത്തിൽ പോയപ്പോഴാണ് ഒരു ഇംഗ്ലീഷ് പരിഭാഷ എനിക്ക് തന്നത്. വായിച്ചപ്പോഴാണ് ഇത് കണ്ണ് പൊട്ടിക്കുന്ന ഗ്രന്ഥമല്ല, കണ്ണ് തുറപ്പിക്കുന്ന ഗ്രന്ഥം തന്നെയാണ് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടത്. അതുകൊണ്ട് ഇത് മറ്റുള്ളവരെ അറിയിക്കേണ്ടതും അറിയിക്കാനും ഉള്ളതാണ് മതം. വാദിക്കാനും ജയിക്കാനും തല്ലാനും കൊല്ലാനും ഉള്ളതല്ല. മതത്തിന് വേണ്ടി മരിക്കാനല്ല, മതത്തിന് വേണ്ടി ജീവിക്കാനാണ് മഹത്വം കാണിക്കേണ്ടത്. നല്ല മതവിശ്വാസിയായി, സത്യവിശ്വാസിയായി ജീവിച്ചു മാതൃക കാണിച്ചാൽ എനിക്ക് ഉത്തമ വിശ്വാസമുണ്ട് ഒരു കാലത്തും ഇന്ന് തെറ്റിദ്ധാരണയിലൂടെ അമേരിക്കൻ സാമ്രാജ്യത്വം പ്രചരിപ്പിക്കുന്ന വിധത്തിൽ അല്ല ഇസ്ലാമിനെ തിരിച്ചറിയുക. പ്രവാചകൻ പ്രബോധനം തുടങ്ങിയ കാലത്ത് അവിടെ കൂടിയിരുന്ന ആളുകളുടെ ബന്ധുക്കളും സുഹൃത്തുക്കളായ ആളുകളാണ് ആദ്യത്തെ പ്രബോധനത്തിന് കൂടിയിരുന്നത്. അവരോട് ചോദിച്ചു, ഈ കാണുന്ന സഭാമലയുടെ പിന്നിൽ നിന്ന് ഒരു സൈന്യം ഇപ്പോൾ നിങ്ങളെ ആക്രമിക്കാൻ വരുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അപ്പൊ അവിടെ കൂടിയിരുന്നവർ ഒന്നടങ്കം പറഞ്ഞു, മുഹമ്മദേ, നിങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കും. കാരണം നിങ്ങൾ അൽ അമീൻ ആണ്. ജീവിച്ച കാലം 40 വയസ്സുവരെ കച്ചവടം ചെയ്ത് ജീവിച്ച ആ മഹാനായ മനുഷ്യൻ 40 വയസ്സിന് ശേഷം ഹിറാ ഗുഹയിൽ വെച്ച് ജിബ്രിൽ എന്ന മാലാഖയിൽ നിന്ന് ദൈവവചനങ്ങൾ, വിശുദ്ധ വചനങ്ങൾ കരഗതമാക്കി പ്രവാചകനാകുന്നത് വരെ സത്യസന്ധനായി, സ്നേഹവാനായി, നീതിമാനായി, ധർമ്മിഷ്ഠനായി, സ്ഥൈര്യമുള്ളയാളായി, മുഹമ്മദിൻ സ്ഥൈര്യവും എന്നാണ് ഗാന്ധിജിയെ കുറിച്ച് വള്ളത്തോൾ നാരായണ മേനോൻ കവിത എഴുതിയപ്പോൾ മുഹമ്മദിന്റെ സ്ഥൈര്യം ഗാന്ധിജിയിലുണ്ട് എന്നാണ് പറഞ്ഞത്. അങ്ങനെ ജീവിച്ചൊരു മഹാൻ. അദ്ദേഹം ആദ്യം കേട്ട വാക്ക് ഇക്ർ എന്നാണ്, വായിക്കുക. നിന്റെ സ്രഷ്ടാവായ നാഥന്റെ നാമത്തിൽ വായിക്കുക. പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ച അത്യുദാരനാണ് നിന്റെ നാഥൻ. നിർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിലെ ഇസ്ലാം മതവിശ്വാസികൾക്കിടയിൽ, വിശേഷം സ്ത്രീകൾക്കിടയിൽ പഠിക്കാനുള്ള അവസരങ്ങൾ വളരെ കുറവായിരുന്നു. കേരള നേതൃത്വത്തിൽ മുജാഹിദീൻ പോലുള്ള പ്രസ്ഥാനമാണ് വിദ്യാഭ്യാസത്തിന്റെ മഹത്വത്തെ കേരളീയരെ ബോധ്യപ്പെടുത്തിയത്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കാൻ പ്രേരിപ്പിച്ചത്, അറിവ് നേടുക, പ്രചരിപ്പിക്കുക. ഇത് നവോത്ഥാനത്തിന്റെ സന്ദേശമാണ്. ശ്രീനാരായണ ഗുരു അന്ധകാരമയമായ ഒരു കാലത്ത് ഒരു സന്യാസി ഇവിടെ വന്ന് പറഞ്ഞിട്ട് പോയി. നമ്മളൊരു മഹാന്റെ 150ാം ജന്മവാർഷിക ആഘോഷിക്കുകയാണ്, സ്വാമി വിവേകാനന്ദൻ. അദ്ദേഹം ഇന്ത്യയിൽ എല്ലായിടത്തും സഞ്ചരിച്ച് കേരളത്തിൽ വന്നപ്പോൾ ഈ നാടിനെ വിശേഷിപ്പിച്ചത് ഭ്രാന്താലയം എന്നാണ്. തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽപ്പെട്ടാൽ പോലും ദോഷമുള്ളവർ, കെട്ടുപാടുള്ളവർ, പാടില്ലാത്തവർ, 4ാം വേദക്കാർ, വേദമില്ലാത്തവർ എന്നിങ്ങനെ ബഹുഭൂരിപക്ഷം ആളുകൾ അകറ്റി നിർത്തപ്പെട്ട കാലത്ത് ആണ് ഇതൊന്നും ഏകീകരിക്കാൻ എളുപ്പമല്ലെന്ന് വിശ്വസിച്ച കാലത്താണ് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്
ഒരു ജാതി, ഒരു മതം, ഒറ്റ മതമാണ്, ഒറ്റ സംസ്കാരമാണ്. ഒരു മനുഷ്യനിൽ നിന്ന് ആദ്യ പ്രവാചകൻ, ആദ്യത്തെ മനുഷ്യൻ പ്രവാചകത്വം കിട്ടിയ ആളാണ് ആദം നബി. ആദ്യത്തെ മനുഷ്യൻ പ്രവാചകത്വം നേടിയ ആളാണ്. ആദം മക്കളെ ഞാൻ ആദരിച്ചിരിക്കുന്നുവെന്ന് ദൈവം പറയും. ആ മഹാന്റെ പരമ്പര ഒരമ്മ പെറ്റ മക്കളാണ്. ഇതിന് ഏതെങ്കിലും മതം തടസ്സമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ ജനിച്ച മതം ഹിന്ദു മതം എന്ന് വ്യവഹരിക്കപ്പെടുന്ന സനാതന മതം. ഹിന്ദു എന്നൊരു മതം ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല. സനാതന ധർമ്മസംഹിതയാണ്. ആ സനാതന ധർമ്മസംഹിതയ്ക്ക് ആധാരമായ ഉപനിഷത്തുകളും വേദങ്ങളും ആവർത്തിച്ച് പറയുന്നത് നേരത്തെ സ്വാമി അഗ്നിവേശ് സൂചിപ്പിച്ചു. ഏകം സത് വിപ്രാ ബഹുധാ വദന്തി. സത്, സത്യം ഏകമാണ്, ഒന്നേ ഉള്ളൂ. പലരും പലതായിട്ട്, വിപ്രാ ബഹുധാ വദന്തി, പലതായിട്ട് പറയുന്നു എന്നേ ഉള്ളൂ. മറ്റൊരു ഘട്ടത്തിൽ ഉപനിഷത്ത് സൂക്തി പറയും സദേകം, സത്യമേകമാണ്, ഒന്നേ ഉള്ളൂ. ഏവാദ്വിതീയം, രണ്ടാമതൊന്നുണ്ടാവാൻ ഒരിക്കലും സാധ്യതയില്ലാത്ത വിധം ഏകമാണ്. അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹു മഹാനാകുന്നു, അദ്ദേഹമല്ലാതെ മറ്റൊരു ഇലാഹില്ല. ഈ ആശയം തന്നെയാണ് മിക്കവാറും മതങ്ങൾ പല രീതിയിൽ പറഞ്ഞത്. പല കാലങ്ങളിലുണ്ടായ മതങ്ങളാണ്, പല പ്രവാചകന്മാരാൽ പ്രചരിപ്പിക്കപ്പെട്ടതാണ് എന്ന് വെച്ച് ഈ മതങ്ങളുടെ അടിസ്ഥാന പ്രബോധനങ്ങളിൽ എൻ്റെ എളിയ അറിവ് വെച്ച് വലിയ വ്യത്യാസങ്ങൾ കാണാൻ എനിക്ക് സാധിച്ചിട്ടില്ല. അത് നിങ്ങൾക്കും സാധിക്കാതെ വരും. എങ്ങനെയാണെങ്കിൽ പ്രബോധനങ്ങളെ പരിചയപ്പെടണം. അത് മനുഷ്യ നന്മയ്ക്ക് വേണ്ടി, മനുഷ്യത്വത്തിന് വേണ്ടി. മനുഷ്യാണാം മനുഷ്യത്വം ജാതി, മനുഷ്യനൊരു ജാതിയേ ഉള്ളൂ, അത് മനുഷ്യത്വം എന്ന ജാതിയാണ്, മനുഷ്യത്വം എന്ന മതമാണ്. പടച്ചവനെ സ്നേഹിക്കാനുള്ള വഴി പടപ്പുകളെ സ്നേഹിക്കുകയാണ്, പാവപ്പെട്ട മനുഷ്യർക്ക് സഹായം എത്തിക്കുകയാണ്. ഇസ്ലാമിക കഥകളിൽ, ഹദീസുകളിൽ, ദർശനങ്ങളിലൊക്കെ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ വിശന്നു പൊരിഞ്ഞ് നിന്റെ വീട്ടിൽ വന്നപ്പോൾ നീ എനിക്ക് ഭക്ഷണം തന്നില്ലല്ലോ എന്ന് ദൈവം ചോദിക്കും. ദൈവമേ, നിനക്ക് വിശക്കുകയോ നീ എൻ്റെ വീട്ടിൽ വരികയോ എന്ന് അത്ഭുതം കൂറുമ്പോൾ വിശ്വാസിയോട് ദൈവം പറയും, അതെ, വിശന്നു പൊരിഞ്ഞ് നിന്റെ വീട്ടിൽ വന്നവൻ ഞാൻ തന്നെയാണ്. അതിന്റെ അർത്ഥം ദൈവത്തിന് വിശക്കുന്നു എന്നല്ല. ഞാൻ രോഗിയായി അയൽ വീട്ടിൽ കിടന്നപ്പോൾ നീ കാണാൻ വന്നില്ലല്ലോ എന്ന് ദൈവം ചോദിക്കും. അതിനർത്ഥം ദൈവത്തിന് രോഗം വന്നിരിക്കുന്നു എന്നല്ല. അയൽ വീട്ടിലെ രോഗിയെ സഹായിക്കുന്നവന് അത് ഇബാദത്ത് തന്നെയാണ്. ഒരു നേരം വിശന്നു പൊരിഞ്ഞവന് ആഹാരം കൊടുക്കുന്നവൻ ഇബാദത്താണ് അനുഷ്ഠിക്കുന്നത്. ഈ ഒരു സംസ്കാരമാണ് മാനവികത. നമ്മുടെ സഹജീവികൾ വേദനിക്കരുത്, പൊരിയരുത്, കഷ്ടപ്പെടരുത്, ദുഃഖിക്കരുത്. രോഗവും ദാരിദ്ര്യവും മനുഷ്യന്റെ കുറ്റമല്ല. അങ്ങനെ വന്നുകൂടിയവരെ സഹായിക്കാൻ സാധിക്കണം, യത്തീംകളെ സഹായിക്കാൻ സാധിക്കണം, ദുഃഖിതർക്ക് ആശ്രയം കൊടുക്കാൻ സാധിക്കണം. മറ്റുള്ളവർക്ക് പ്രയോജനം നൽകുന്നതാണ് ജീവിതം. സത്യവിശ്വാസിയുടെ ജീവിതം അതിനുള്ളതാണ്. അപ്പോൾ നവോത്ഥാനം ഉണ്ടാകും, ഉണ്ടായേ തീരൂ. എനിക്കതിൽ ഒട്ടും അവിശ്വാസമില്ല. ഞാൻ പൊന്നാനിക്കാരനാണ്. പൊന്നാനിക്കാരൻ എന്ന് പറയുന്നത് പൊന്നാനി പ്രദേശത്ത്, പൊന്നാനി താലൂക്ക് ജീവിച്ച ആളാണ്. ഉറൂബ്, സുന്ദരികളും സുന്ദരന്മാരും എന്ന നോവലിൽ ഞാൻ അവസാനിപ്പിക്കുക. ഒരു സന്ദർഭം പറയുന്നുണ്ട്. ഇരുമ്പൻ ഗോവിന്ദൻ നായർ എന്ന കഥാപാത്രം മതം മാറി സുലൈമാനായി. അദ്ദേഹം ഗോവിന്ദൻ നായരായിരുന്ന കാലത്ത് ഒരു മകനുണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹം സുലൈമാനായി കല്ലായിയിൽ മരച്ചാപ്പയിൽ കച്ചവടം ചെയ്യുകയായിരുന്ന ഖദീജ എന്ന സ്ത്രീയെ കല്യാണം കഴിച്ച് കോഴിക്കോട്ട് കല്ലായിൽ താമസിക്കുമ്പോൾ ഒരു നാൾ ഒരു ചെറുപ്പക്കാരൻ കല്ലായി പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു. അയാളെ രക്ഷിച്ചു ഈ സുലൈമാൻ. വിവരങ്ങൾ ചോദിച്ചറിഞ്ഞപ്പോഴാണ് മനസ്സിലാകുന്നത് താൻ ഗോവിന്ദൻ നായരായിരുന്ന കാലത്ത് തനിക്കുണ്ടായ മകനാണ് വിശ്വനാഥനാണിത്. തള്ളിക്കളയാനും വയ്യ, സ്വീകരിക്കാതിരിക്കാനും വയ്യ. സ്വീകരിക്കാനും മനസ്സ് വരുന്നില്ല, കാരണം ഭാര്യയുണ്ട്, 2 മക്കളുണ്ട്. ഖദീജയോട് എങ്ങനെ പറയും? സത്യസന്ധനായതുകൊണ്ട് ഖദീജയോട് പറയാതിരിക്കാനും പറ്റുന്നില്ല. അവസാനം വളരെ വിഷമിച്ച് സുലൈമാൻ ഈ വിവരങ്ങളൊക്കെ ഖദീജയോട് പറഞ്ഞു. എന്നിട്ട് ചോദിച്ചു, ഖദീജ, നിനക്കിത് താങ്ങാൻ കഴിയുമോ? ഇത് ഉറൂബ് എഴുതിയ വരികളാണ്. നിങ്ങൾ ആ പുസ്തകം വായിക്കണം. അതിലൊരു ഘട്ടം, വലിയ നോവലാണത്. നിനക്കിത് താങ്ങാൻ കഴിയുമോ? ഖദീജ ഒരു നിമിഷം അയാളെ നോക്കി, എന്നിട്ട് പറഞ്ഞു, അതെന്തേ, എൻ്റെ 2 മക്കളെ നിങ്ങൾ പോറ്റുന്നില്ലേ? അപ്പൊ നിങ്ങളുടെ മോൻ എൻ്റെ മോനും പാടല്ലേ? എൻ്റെ 2 മക്കളെ നിങ്ങൾ പോറ്റുന്നില്ലേ? അപ്പൊ നിങ്ങളുടെ മോൻ എൻ്റെ മോനും പാടല്ലേ? അവിടെ ഉറൂബ് അവസാനിപ്പിച്ചില്ല. ആ നിമിഷത്തിലേതുപോലെ അത്രയും സുന്ദരിയായി ആ കുടുംബിനിയെ അതിനു മുമ്പ് ഒരിക്കലും അയാൾ കണ്ടിട്ടില്ല എന്ന് ഉറൂബ് എഴുതി വയ്ക്കും. സൗന്ദര്യം എന്നത് മനുഷ്യസ്നേഹം വർദ്ധിക്കുന്ന സമയത്ത് നിങ്ങളിലൊക്കെ കാണപ്പെടുന്ന ഒരു പ്രകാശമാണ്. ഞാൻ ഇപ്പോൾ കാണുന്നത് പ്രകാശം നിറഞ്ഞ മനുഷ്യരെയാണ്. നിങ്ങളുടെ മനസ്സിൽ ചീത്ത വിചാരങ്ങളൊന്നുമില്ല. സീരിയൽ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ മനസ്സിൽ ചീത്ത വിചാരങ്ങൾ മാത്രമേ വരുള്ളൂ. വീട്ടിൽ ടെലിവിഷൻ വെച്ചതുകൊണ്ട് സീരിയൽ കാണാതെ രാത്രി കഴിച്ചുകൂട്ടാൻ പറ്റില്ല. പക്ഷേ ഇവിടെ ഈ മഹത്തായ സമ്മേളന വേദിയിൽ ആരും പരദൂഷണം പറയുന്നില്ല, ആരും ചിത്ത കാര്യങ്ങൾ പറയുന്നില്ല. നമുക്കിത് ചെയ്യാൻ സാധിക്കും. നമുക്ക് തിന്മകളെ ഒഴിവാക്കാം. ഹജ്ജിന് പോകുമ്പോൾ ഇബ്ലീസിനെ കല്ലെടുത്തെറിഞ്ഞ് ഓടിക്കുന്നത് പോലെ പിറകെ വരുന്ന ഈ തിന്മയുടെ ശക്തിയെ കല്ലെടുത്തെറിയാം.
നന്മയെ പ്രകാശിപ്പിക്കാം. നമുക്ക് സ്നേഹത്തെ പ്രോജ്വലിപ്പിക്കാം. ഹിംസയ്ക്ക് പകരം സ്നേഹം വളർത്തിക്കൊണ്ടുവരാം. അങ്ങനെ സത്യവും സ്നേഹവും ധർമ്മവും സദാചാരനിഷ്ഠയും നിറഞ്ഞ സത്യവിശ്വാസികളുടെ ഒരു ലോകം കെട്ടിപ്പടുക്കുക എന്നൊക്കെയാണ് ഞാൻ കേട്ട് പഠിച്ച വാക്ക്. ഞങ്ങളൊക്കെ പഠിച്ച രാഷ്ട്രം കെട്ടിപ്പടുക്കുക, ഒരു മതപ്രസ്ഥാനം, ഇസ്ലാഹി പ്രസ്ഥാനം കെട്ടിപ്പടുക്കുക, നദ്വത്തുൽ മുജാഹിദീൻ പ്രസ്ഥാനം കെട്ടിപ്പടുക്കുക. ഇപ്പൊ കുട്ടികൾ പറയുന്നത് അടിപൊളിയെന്ന്, അടിച്ചു പൊളിക്കുക. പ്രസ്ഥാനങ്ങളെ അടിച്ചു പൊളിക്കുക, രാഷ്ട്രത്തെ അടിച്ചു പൊളിക്കുക. ഈ അടിപൊളി എന്ന വാക്കിന് 3 അർത്ഥമേ വരൂ. ഒരർത്ഥം അടിസ്ഥാനം പൊളിയായതെന്നാണ്. അടിസ്ഥാനം പൊളിയായാൽ, അസത്യമായാൽ ഒന്നും നിലനിൽക്കുകയില്ല. അടിസ്ഥാനം സത്യമാവണം. രണ്ടാമത്തെ അർത്ഥം അടിഭാഗം പൊളിഞ്ഞത് എന്നാണ്. അടിഭാഗം പൊളിഞ്ഞതും നിലനിൽക്കുകയില്ല. മൂന്നാമത്തെ അർത്ഥം അടിച്ചു പൊളിക്കേണ്ടത് എന്നാണ്. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഹുസൈൻ മടവൂർ ഭായിയോട് ചോദിക്കണം എന്ന് ആഗ്രഹിച്ചത്, എനിക്ക് വിഷമമുണ്ടാക്കിയ ഒരു കാര്യം ഞാൻ തുറന്നു പറയാമല്ലോ. നദ്വത്തുൽ മുജാഹിദീൻ 2 വളരെ ഖേദിച്ച ഒരാളായിരുന്നു ഞാൻ. ഇത് 1 എന്നാണ് ഞാൻ വിചാരിച്ചത്. അത്രയേറെ ആളുകൾ ഇവിടെ കാണാനുണ്ട്. 1 പ്രസ്ഥാനം പോലെ തന്നെയാണ് ഇവിടെ ആളുകളുള്ളത്. അപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നു, ഇസ്ലാമിശ്വാസികളെന്നല്ല, സത്യവിശ്വാസികൾ ഒരുമിച്ച് നിൽക്കുന്ന ഘട്ടത്തിൽ വേർതിരിവുകൾ ഉണ്ടാവാതിരിക്കട്ടെ. കൂടുതൽ ശക്തിമത്തായി ഒന്നായി നമുക്ക് മുന്നേറാൻ സാധിക്കുമാറാകട്ടെ. ഈ മഹത്തായ പ്രസ്ഥാനത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിച്ചതുകൊണ്ട് ഞാൻ ഇന്ന് 1-2 പരിപാടികളിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടാണ് വന്നത്. മറ്റൊന്നിനു വേണ്ടിയല്ല. ഈ പ്രസ്ഥാനത്തിൽ ഞാനും നിങ്ങളുടെ കൂടെ ഉണ്ട്. നമുക്കൊരു പ്രത്യാശ വേണം, നമുക്കൊരു സത്യം വേണം. നമ്മൾ ഒരുമിച്ച് നീങ്ങും. ഒരുമിച്ച് ഈ നാടിനെ സ്നേഹത്തിലേക്ക്, സത്യവിശ്വാസത്തിലേക്ക് നയിക്കും. നല്ലത് വരട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. എല്ലാവർക്കും നല്ലത് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. സാഗര സമാനം വിശാലമായ മനുഷ്യസ്നേഹത്തിൻ്റെ മതശാസ്ത്രത്തെ ഉൾക്കൊള്ളാൻ കേരളീയ സമൂഹം തയ്യാറാവണം എന്ന് പ്രഖ്യാപിച്ച് പ്രഭാഷണം നിർവഹിച്ച കാവ്യ കൈരളിയുടെ